ഹായ് ഓൾ, എല്ലാവർക്കും LGS ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രകാശം എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC മുൻ വർഷങ്ങളിൽ വിവിധ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു LGS എക്സാം എടുത്തോട്ടെ, ഒരു LDC എക്സാം എടുക്കട്ടെ, എല്ലാത്തിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഏരിയയിൽ നിന്ന് ഷുവറാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും കേരള PSC മുൻ വർഷങ്ങളിൽ കണ്ടക്ട് ചെയ്ത എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് പോവാം. പ്രകാശം, പ്രകാശ പ്രതിഭാസങ്ങൾ, ഇവയെ പറ്റി കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. അപ്പം ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്: പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഓപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓപ്റ്റിക്സ്. അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷമേത്? 2015. ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ 2015. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കുക, ഇന്റർനാഷണൽ ഫിസിക്സ് ഇയർ എന്ന് പറയുന്നത് 2005 ആണ്. ഫിസിക്സ് ഇയർ 2005ഉം പ്രകാശവർഷം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 കണക്കാക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ ടോട്ടൽ 500 സെക്കൻഡ് എന്ന് പറയാം. രണ്ട് രീതിയിൽ ഓപ്ഷനിൽ ചോദിക്കാം, ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. പഠിച്ചു വെച്ചിരിക്കുക, 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ ടോട്ടൽ എത്രയാണ്? 500 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ് ആണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണേ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യത. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യത. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രകാശം ഏറ്റവും സാവധാനത്തിൽ അല്ലെങ്കിൽ ഏറ്റവും വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലാണ്? വജ്രത്തിൽ. കൂടുതൽ ശൂന്യതയിലും കുറവ് വജ്രത്തിലും. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? റോമർ. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമർ ആണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 × 10⁵ km/s അല്ലെങ്കിൽ 3 × 10⁸ m/s. രണ്ടും സെയിം ആണ്. ഒരെണ്ണം km/s ഒരെണ്ണം m/s. അപ്പോൾ ഓപ്ഷൻ വ്യക്തമായി വായിച്ചതിന് ശേഷം ഉത്തരം എഴുതുക. 3 × 10⁵ km/s അല്ലെങ്കിൽ 3 × 10⁸ m/s. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറും പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ടുമാണ്. കൂടാതെ പ്രകാശം ഓരോ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വേഗതയിലാണെന്ന് കണ്ടുപിടിച്ചതും ലിയോൺ ഫുക്കാൾട്ടാണ്. അല്ലെങ്കിൽ വ്യത്യസ്ത വേഗതയിലാണ് ഓരോ മാധ്യമത്തിലൂടെയും സഞ്ചരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് ലിയോൺ ഫുക്കാൾട്ടാണ്. അടുത്ത ചോദ്യം: തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള നിറം ചുവപ്പ്. തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള നിറം ചുവപ്പ്. ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചിരിക്കുക, ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ള നിറം ചുവപ്പാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ള നിറം വയലറ്റ്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കൂടുതലുള്ള നിറം വയലറ്റ്. ഈ 4 കാര്യം കൂടി ആ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തണം കേട്ടോ, പഠിച്ചു വെച്ചിരിക്കണം. വിസരണം ഏറ്റവും കൂടിയ നിറം വയലറ്റ്. വിസരണം ഏറ്റവും കൂടിയ നിറം എന്ന് പറയുന്നത് വയലറ്റ് ആണ്. അടുത്തത്: ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് 400 to 700 നാനോമീറ്റർ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം: പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? തോമസ് യങ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന് സിദ്ധാന്തിച്ചത് ആരാണ്? തോമസ് യങ്. കൂടാതെ ഊർജം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ഇദ്ദേഹമാണ് കേട്ടോ. പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം? ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചുവപ്പ്, പച്ച, നീല. ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്.
വ്യക്തമായി നോക്കിയതിനു ശേഷം ഉത്തരം എഴുതുക. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ചുവപ്പ്, പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം എന്ത്? ഉത്തരം മഞ്ഞ. അതായത് 2 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാണ് ദ്വിതീയ വർണ്ണം. ദ്വിതീയ വർണ്ണങ്ങളാണ് മഞ്ഞ, മജന്ത, സിയാൻ. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ചുവപ്പ്, പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം. ചുവപ്പും പച്ചയും ചേർന്നാൽ കിട്ടുന്നത് മഞ്ഞയാണ്. ഞാൻ അവിടെ എഴുതിയിട്ടിട്ടുണ്ട്, ചുവപ്പ് പ്ലസ് പച്ച ഈക്വൽ ടു മഞ്ഞ. നീലയും ചുവപ്പും ചേർന്നാൽ മജന്ത, നീലയും പച്ചയും ചേർന്നാൽ സിയാൻ. ഈ 3 എണ്ണവും പഠിച്ചിരിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം. നീല എന്താണ്? പ്രാഥമിക വർണ്ണമാണ്. മഞ്ഞയോ? ദ്വിതീയ വർണ്ണമാണ്. ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ദ്വിതീയ വർണ്ണം ഉണ്ടാക്കാൻ ആവശ്യമല്ലാത്ത വർണ്ണം ആ ദ്വിതീയ വർണ്ണത്തോട് കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന പ്രകാശം വെള്ളയാണ്. അതായത് മഞ്ഞ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചുവപ്പും പച്ചയും ചേർന്ന്. അപ്പൊ മഞ്ഞയുടെ കൂടെ മഞ്ഞ നിറം ഉണ്ടാവാൻ വേണ്ടാത്ത പ്രാഥമിക വർണ്ണമായ നീല ചേർന്ന് കഴിഞ്ഞാൽ വെള്ള നിറം ഉണ്ടാവും. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, പച്ച, ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ അതിവ്യാപനം ചെയ്യുന്ന സ്ഥലത്ത് എന്ത് നിറം ഉണ്ടാകുന്നു? വെളുപ്പ് അല്ലെങ്കിൽ വെള്ള നിറം. അതായത് 3 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ഉണ്ടാകുന്ന നിറം വെള്ളയാണ്. അടുത്ത ചോദ്യം, ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായി കാണപ്പെടുന്നു? കറുപ്പ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. ഒരു ചുവന്ന പൂവ് പച്ച വെളിച്ചത്തിൽ എന്ത് നിറമായി കാണപ്പെടുന്നു? കറുപ്പ് നിറത്തിൽ. അടുത്ത ചോദ്യം, ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണമേത്? മജന്ത. ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണം മജന്ത. അടുത്ത ചോദ്യം, ടെലിവിഷൻ സംപ്രേഷണത്തിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല. പ്രാഥമിക നിറങ്ങൾ തന്നെയാണ് ടെലിവിഷൻ സംപ്രേഷണത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ശൂന്യാകാശത്തിലെ നിറമേത്? കറുപ്പ്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ ഏത് പ്രകാശത്തിൽ? ചുവപ്പ് പ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് ഏത് പ്രകാശത്തിൽ? മഞ്ഞ പ്രകാശത്തിൽ. രണ്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഒരു വസ്തു അതിൽ പതിക്കുന്ന എല്ലാ പ്രകാശകിരണങ്ങളെയും ആഗിരണം ചെയ്താൽ അതിന്റെ നിറം കറുപ്പ്. അടുത്ത ചോദ്യം, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഒരു പ്രിസത്തിലൂടെ സമന്വിത പ്രകാശമായ മഞ്ഞ കടത്തിവിട്ടാൽ പ്രിസത്തിന്റെ ബേസിൽ കാണപ്പെടുന്ന വർണ്ണമേത്? പച്ച. ഒരു പ്രിസത്തിലൂടെ സമന്വിത പ്രകാശമായ മഞ്ഞ കടത്തിവിട്ടാൽ പ്രിസത്തിന്റെ ബേസിൽ കാണപ്പെടുന്ന വർണ്ണമേത്? പച്ച. അടുത്ത ചോദ്യം, സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമേത്? പ്രകീർണനം. സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യം, ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം. അത് കണ്ടെത്തിയത് ലോർഡ് റെയ്ലിയാണ്. രണ്ടും പഠിച്ചിരിക്കണം കേട്ടോ. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണം, കണ്ടെത്തിയ വ്യക്തി ലോർഡ് റെയ്ലി. കടലിന്റെ നീല നിറത്തിന് കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. കടലിന്റെ നീല നിറത്തിനും കാരണം വിസരണം തന്നെയാണ്. വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ CV രാമൻ. രണ്ടും മാറിപ്പോരുത്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ചത് ലോർഡ് റെയ്ലി. കടലിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ CV രാമൻ. രണ്ടിനും കാരണം എന്ത് പ്രതിഭാസമാണ്? വിസരണം. വെള്ളത്തിൽ പാതി താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണമെന്ത്? അപവർത്തനം. അടുത്ത ചോദ്യം, പരുപരുത്തതോ വളഞ്ഞതോ ആയ പ്രതലത്തിൽ പ്രകാശകിരണങ്ങൾ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം
വിസരിത പ്രതിഫലനം. മഴവില്ലിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഘടകവർണം ചുവപ്പ്. ഏറ്റവും മുകളിലായി ചുവപ്പ്. ചുവപ്പിന്റെ കോണളവ് 42.8 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 42.8 ഡിഗ്രിയാണ് മഴവില്ലിൽ ചുവപ്പിന്റെ കോണളവ്. മഴവില്ലിൽ ഏറ്റവും താഴെ കാണപ്പെടുന്ന ഘടകവർണം വയലറ്റ്. കോണളവ് എത്രയാണ്? 40.8 ഡിഗ്രി. പഠിച്ചിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മഴക്കാലത്ത് വൈകുന്നേരങ്ങളിൽ മഴവില്ല് കാണുന്നത് ഏത് ദിശയിലാണ്? കിഴക്ക്. ഇതൊന്നും ഇല്ല, മഴവില്ല് ഉണ്ടാകുന്നത് എപ്പോഴും സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഇവിടെ മഴക്കാലത്ത് അങ്ങനെ നോക്കണ്ട, വൈകുന്നേരം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സൂര്യന് എവിടെയായിരിക്കും? എന്തായാലും പടിഞ്ഞാറായിരിക്കും. അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും മഴവില്ല് ഉണ്ടാകുന്നത്. അത് പഠിച്ചാൽ മതി കേട്ടോ. മഴവില്ലിന്റെ മധ്യത്തിലുള്ള നിറമേത്? പച്ച. ജസ്റ്റ് വിബ്ജിയോർ എന്ന് എഴുതി നോക്കിയാൽ മതി. അതിന്റെ മിഡിലായിട്ട് വരുന്നത് ഗ്രീൻ അല്ലെങ്കിൽ പച്ചയാണ്. പ്രകാശവർഷം ഏതിന്റെ ഏകകമാണ്? അല്ലെങ്കിൽ പ്രകാശവർഷം എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? ദൂരം. സൂര്യപ്രകാശത്തെ നേരിട്ട് കടത്തിവിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ ഫോട്ടോവോൾട്ടൈക്. അടുത്ത ചോദ്യം, സൂര്യപ്രകാശത്തിലെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്? ഇൻഫ്രാറെഡ് രശ്മി. മാറിപ്പോരുത്, അൾട്രാവയലറ്റ് അല്ല, ഇൻഫ്രാറെഡ് രശ്മികളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത്. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഗാമാ കിരണം അല്ലെങ്കിൽ ഗാമാ രശ്മികൾ. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന്റെ കാരണമായ പ്രകാശ പ്രതിഭാസം ഇന്റർഫെറൻസ്. അടുത്ത ചോദ്യം, രാത്രികാലങ്ങളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതു തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇൻഫ്രാറെഡ് വികിരണം. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ECG സുദർശൻ. ടാക്കിയോണുകളാണ് അപ്പൊ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത്. കണ്ടുപിടിച്ച വ്യക്തി ECG സുദർശൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു.